സ്റ്റാർട്ട് ചെയ്യട്ടെ. മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതെവിടെ വെക്കുന്നത്? എനിക്ക് വർത്താനം പറയണ്ടേ? ഹലോ പറയാ. ഹലോ, അപ്പോ ആദിചന്ദ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് ഒന്നും അല്ല, എന്നാലും ഇന്ന് ഗ്രൂമിന് നമ്മൾ ഔട്ട്ഫിറ്റ് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പൊ പാലക്കാട് ഗണപതി സിൽക്സിൽ പോയിട്ടാണ് ഫസ്റ്റ് ട്രയൽ. ഇവിടെ നിന്നൊന്നും കിട്ടുന്ന എനിക്ക് ഒരു ഉറപ്പില്ല, എന്നാലും നമ്മൾ ഇന്ന് പോരാട്ടം തുടരും അല്ലേ? സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ചൂടത്ത് പുറത്തിറങ്ങി നടക്കുക എന്നുള്ള കാര്യം. സോ നമ്മളിപ്പോൾ പാലക്കാട് ഗണപതി സിൽക്സിലാണ് ഫസ്റ്റ് പോയി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയോ ഷർവാണി കുർത്ത എന്തൊക്കെയോ പറയുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ കല്യാൺ സിൽക്സിൽ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ. ഇതൊന്നും അല്ലെങ്കിൽ തൃശ്ശൂർ. വന്നു നോക്കി ഇഷ്ടപ്പെട്ട സാധനമൊന്നും കിട്ടിയില്ല പറഞ്ഞു, അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക. സോ ഫാസ്റ്റ്. ഇനി എവിടേക്കാ നെക്സ്റ്റ് സ്പോട്ട് പറ. അതാ എവിടെ? കല്യാൺ സിൽക്സിലാ. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായ കല്യാൺ സിൽക്സിലോട്ടാണ് നമ്മളുടെ നമ്മൾ പോകുന്നത്. ഇനി അവിടെയും പോയിട്ട് 5 മിനിറ്റിൽ തിരിച്ചു വരും. അതാണ് പരിപാടി. കല്യാൺ സിൽക്സിൽ വന്നിട്ടാണ് ഇപ്പം കുറച്ച് കുർത്തീസ് നോക്കുന്നത്. പക്ഷെ ആൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതാണ് സത്യം. എനിക്കൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ആ ഒരു ഷെയ്ഡാണ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഹെവി ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഇതൊന്നും ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എൻഗേജ്മെൻറ്റിന്. ഇങ്ങനത്തെ ഈ പേസ്റ്റൽ ഗ്രീനൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും അങ്ങനെ ഒരു കംഫേർട്ടില്ല. ആസ് യൂഷ്വൽ ഇവിടുത്തെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കല്യാൺ സിൽക്സിൽ പോയിട്ട് അതിശക്തമായി നമ്മൾ തോറ്റ് പിന്മാറി. എന്നിട്ട് ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ നെഹദി കുഴിമന്തിയിൽ വന്നിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി വീണ്ടും അലച്ചൽ തുടങ്ങാനുള്ള പരിപാടിയിൽ. നെഹദി മന്തിയിൽ എൻ്റെ ഫേവറേറ്റാണ് നോർമൽ ചിക്കൻ മന്തി. സോ അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പർച്ചേസ് വീണ്ടും ശക്തമായി തുടരും. ചില ആളുകളൊന്നും വീഡിയോയിൽ വരില്ല, ഭയങ്കര ബിസിയാണ് ഫുഡ് കഴിക്കാനുള്ള വിശപ്പില്. അപ്പം അത്രേ ഉള്ളൂ. ഒരു ത്യാഗം, ഡെഡിക്കേഷൻ. ഇത് ഞാൻ പിടിക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെന്നാ? എന്തുണ്ട്? ഓ, എക്സസൈസാ. ചിക്കൻ മന്തിയും മയോണൈസും. ഇത് കഴിച്ചാൽ നമുക്കിനി അടുത്ത തെരപ്പാര നടത്താനുള്ള എനർജി കിട്ടും. അങ്ങനെ ഫൈനലി 6 മണിക്ക് എന്തിവിടേക്ക് പോകാം. അതെയാ, സെറ്റ് ചെയ്തു. ഒരു 6 മണിയാവുമ്പോഴാണ് ഒന്ന് സെറ്റായത്. നമ്മൾ ലാസ്റ്റ് ശ്രീ ഗണപതി സിൽക്സിൽ നിന്ന് തുണിയൊക്കെ എടുത്തിട്ട് ഇനി തയ്ക്കാൻ കൊടുക്കാൻ പോവാണ്. ഇതെന്താ? ഓ, നോമ്പ് സുണ്ടലോ? സീരിയസ്ലി? ചെറുപയറ്. ഇതിന് സുണ്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുക. ശരിക്കും സുണ്ടല തമിഴ്നാട്ടിൽ അങ്ങനെ പറയാതെ. ഓക്കെ, ഇവിടെ നമ്മള് നോമ്പ് മുറിക്കേണ്ട സമയം ആയിട്ടില്ലല്ലോ. ഓ ശരി. എന്തോ നമ്മള് ശ്രീ ഗണപതി സിൽക്സിൽ നിന്ന് സന്തോഷപൂർവ്വം ഡ്രസ്സ് കിട്ടിയപ്പോ അവരിതും കൂടെ തന്നു. പിന്നെ എന്തായാലും കട്ടെടുത്തൊന്നുമല്ല, നമുക്ക് അവർ സ്നേഹത്തോടെ തന്നു.
ചെറുപയർ ഉപ്പേരിയാണ് ശരിക്കും. അതെന്തിനാ തന്നെന്ന് എനിക്കറിയില്ല, പ്രസാദം എന്തോ ആണെന്ന് അവർ പറഞ്ഞത്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം ഡ്രസ്സ് സെറ്റായി. കേൾക്കണ്ട ഞാൻ പറയണേക്കാം, ഡ്രസ്സ് സെറ്റായി. അതാണ് ആകെ ഒരു സമാധാനം. ഇനിയിപ്പോൾ ബാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിലോട്ട് നെക്സ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് പോവാട്ടോ. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് അങ്ങനെ ഒന്ന് സൈഡ് ആയപ്പോഴത്തേക്കും പിന്നെ അമ്മയും ആദ്യം കൂടിയിട്ടുള്ള എൻഗേജ്മെൻറ്റ് പർച്ചേസിങ് ആയിരുന്നേ. ഇവർ പക്ഷെ ഞങ്ങളെപ്പോലെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് തന്നെ പോയി സെലക്ട് ചെയ്തു എടുത്തു. അതിൽ ആദ്യം എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഇത്. അപ്പോൾ ഞാനും അമ്മയും കൂടി മന്തി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. പിന്നെ ഫുഡ് വന്ന് ആ ഫുഡടി പരിപാടിയും കൂടി കഴിഞ്ഞപ്പോൾ അവരുടെ പർച്ചേസിങ് അങ്ങനെ തീർത്തു. നെക്സ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. കാരണം ഇന്ന് എൻ്റെ ഡ്രസ്സ് കിട്ടുന്നതാണ്, സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ്. തൃശ്ശൂരാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനും ഏട്ടനും ഏട്ടൻ്റെ അമ്മ മേമ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അവർക്കും കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. സൃഷ്ടി ബ്രൈഡൽ ബൊട്ടീക്കിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു ഫൈനൽ ഔട്ട്ഫിറ്റും വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് കിട്ടിയപ്പോഴാട്ടോ ഒരു സമാധാനമായ. ലാസ്റ്റ് എൻ്റെ ഡ്രസ്സ് കിട്ടി, നോക്കട്ടെ. പാവം പൈക്കോ. എൻ്റെ ടെൻഷൻ അങ്ങനെ തീർന്ന്. എങ്ങനെയുണ്ട് പറ, ആകെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് കണ്ടത് പറ, എങ്ങനെയുണ്ട്? കാണുന്നില്ല. ഇവിടെ സൂപ്പറായിണ്ടാ. പക്ഷെ എന്നാലും എൻഗേജ്മെന്റ് ദിവസം നിങ്ങൾ സർപ്രൈസ് ആയ പോലെ മറ്റേ സാധനം കൊടുക്കണം. അഭിനയിക്കണം കേട്ടോ. യെസ് മേക്കപ്പിൽ കണ്ടിട്ടില്ല. അപ്പം കാണുമ്പോൾ നിങ്ങൾ യെസ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആവണം കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാനേ പാടില്ല. അപ്പം ഇനിയിപ്പം ആളുടെ ഡ്രസ്സ് എപ്പോഴാണ്? അടുത്ത ആഴ്ചയാ? ശനിയാഴ്ച വരെ ടെൻഷനോട് ടെൻഷൻ. ഇനി നമ്മുടെ ഇവിടുത്തെ ഏകദേശം കുറച്ചൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. അത്രയല്ലേ ഉള്ളൂ. ബൈ. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in. അങ്ങനെ നമ്മുടെ പർച്ചേസ്. നീ എവിടെയായിരുന്നു? ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ദാ വീടെത്തി. നീയും ഏട്ടനും കൂടിയിട്ടുള്ള അവിടെ എന്താണ് സംഭാഷണത്തിലാണ്. അമ്മേ എൻഗേജ്മെന്റ് എന്റെ ഷോപ്പിംഗ് പർച്ചേസ് ഒരു മാസം വരട്ടെ. ഒരു മാസത്തിന്റെ ഓട്ടത്തിനൊടുവില് എന്റെ കഴിഞ്ഞു, എന്നിട്ടും ആളുടെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നത്തോടു കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്തത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ശാന്തമായിട്ട് കഴിഞ്ഞു. സമാധാനം. ഇനി എൻഗേജ്മെന്റിന് കാണാൻ. അതെ, കുട്ടി ഇത്തിരി ഇങ്ങോട്ട് നിക്കടി, ഇങ്ങോട്ട് വാ. അല്ല, ഇറക്കാൻ വേണ്ടിട്ട് അളിയാ നീയെങ്കിലും ഇറക്കരുത് അതാ പറയണേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ആളുടെ ഡ്രസ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എൻഗേജ്മെന്റ് ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യയുടെ ഡ്രസ്സൊക്കെയോ? ഞാനൊക്കെ നിങ്ങളിങ്ങോട്ട് ഫ്രണ്ടിൽ നിന്ന് ആദ്യം എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യയുടെ ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടോ? നീ എടുത്തില്ല, നീ അമ്മയും കൂടെ. ഓക്കെ, ആദ്യയുടെ ഷോപ്പിംഗ് വ്ളോഗ് നമ്മൾ എടുത്തിട്ടില്ല. അവൻ പെട്ടെന്ന് പോയി എടുത്തു തീർത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ചെറിയൊരു എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ്. സോ ഇനി നമുക്ക് എൻഗേജ്മെന്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.